നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് ആ ആത്മാവിൻ്റെ ഒപ്പം എന്തൊക്കെ പോകും, അടുത്ത ജന്മത്തിലേക്ക് എന്തൊക്കെ ആ ആത്മാവിനൊപ്പം പോകും എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡാണ് അടുത്ത ജന്മത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒപ്പം എന്തൊക്കെ പോകും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സഞ്ചിത കർമ്മം, അതായത് കർമ്മങ്ങളാണ് നമുക്ക് ഏത് തരം ജന്മമാണ് എന്ന് നമ്മളൊക്കെ തീരുമാനിക്കുന്നത് കർമ്മങ്ങളാണ്. അപ്പം ആ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ 4 തരമുണ്ട്. അതിൽ സഞ്ചിത കർമ്മം, പിന്നെ പ്രാരാബ്ധ കർമ്മം, ക്രിയാമാന കർമ്മം, ആഗമം. അതിൽ മെയിനായിട്ടുള്ളത് സഞ്ചിത കർമ്മം പ്രാരാബ്ധ കർമ്മങ്ങളുമാണ്. അതിൽ പ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ സഞ്ചിത കർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. ഈ സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ പ്രവൃത്തി എന്നാണ്. നല്ല പ്രവൃത്തി, മോശം കാര്യങ്ങളും പ്രവൃത്തികളും കൂടി ചേർന്നിട്ടുള്ളതാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഞ്ചിത എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ കൂട്ടിവെച്ചത്, അതായത് കുമിഞ്ഞു കൂടിയ പ്രവർത്തനങ്ങൾ എന്നതാണ് സഞ്ചിത കർമ്മം എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പം ഈ പേര് പോലെ തന്നെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും, അത് നല്ല കർമ്മങ്ങൾ, നല്ല കാര്യങ്ങളായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ കൂടിയിട്ട് അടുത്ത ജന്മത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു സഞ്ചിത കർമ്മം എന്നാണ് അതിന് പറയുക. എല്ലാ കാര്യങ്ങളുടെ ആകത്തുക അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കും. അപ്പം നമ്മളിപ്പോൾ കൂടുതൽ ബാഡ് കർമാസാണ് ചെയ്യുന്നതെന്ന് വെക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനത്തെ എല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതെന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ളൊരു ജന്മമായിരിക്കും. അതായത് അത് കുറേ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരിൽ നിന്നുള്ള ദ്രോഹങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് നമ്മൾ കൊടുത്തത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അറ്റ് എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടന്റെ 3rd ലോ ആണ് ഈ കർമ്മത്തിന്റെ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണോ അതന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് സഞ്ചിത കർമ്മം. സഞ്ചിത കർമ്മത്തിൽ തന്നെ പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് സംസ്കാരം, പിന്നെ വാസനകൾ, പിന്നെ അൺഫുൾഫിൽഡ് റിലേഷൻസ് ഒക്കെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഇപ്പം നമ്മൾ കുറേ ദേഷ്യം വയ്ക്കും, ഒരു വസ്തുവിനോട് കുറെ ദേഷ്യം. അപ്പം നമ്മൾ എപ്പോഴും അമിതമായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. അതായത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രിന്റ് ആവും. അപ്പൊ നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് വെറുതെ ദേഷ്യം വരും, അതൊരു സംസ്കാരമായിട്ട് മാറും. ഇപ്പൊ നമുക്ക് ചെറിയ കാര്യങ്ങളോട് ഒരു ഭയം ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഈ ഗർഭാവസ്ഥയിൽ ചില കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഭയങ്കര ശബ്ദമൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്നൊരു ഭയം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് അവരുടെ ആ ജനിക്കുന്ന ആ ജന്മത്തിൽ മൊത്തം ആ ഭയം പ്രതിഫലിക്കും. കാരണം എന്താ, അതൊരു സംസ്കാരമായിട്ട് ഉള്ളില് പതിയണോണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ അതൊക്കെ നമ്മൾ റിപ്പീറ്റായിട്ട് എന്ത് ചെയ്താലും അത് സംസ്കാരമായിട്ട് മാറും. നമ്മൾ മോശം കാര്യം ഒരാളെപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു സംസ്കാരമായിട്ട് മാറും. അപ്പൊ അത് സംസ്കാരമായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് നമുക്കും റിയാക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ബാഡ് കർമ്മസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിയാക്ഷൻ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്, നമ്മുടെ ഈ മോശം സംസ്കാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ആ സംസ്കാരങ്ങളൊക്കെ നമ്മൾ എടുത്തു മാറ്റാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളും ദേഷ്യം, അഹങ്കാരം, അങ്ങനത്തെ എല്ലാ മാലിന്യങ്ങളും നമ്മൾ എടുത്തു മാറ്റാം. അങ്ങനെ ആ സംസ്കാരങ്ങളൊക്കെ എടുത്തു മാറ്റി നമ്മൾ അപ്പോഴാണ് നമുക്ക് നല്ല ഒരു ജന്മം കിട്ടണത്. പിന്നെ
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രവേശിക്കുന്നുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് നിങ്ങൾ കേട്ടാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ്. പിന്നെ നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ പെട്ടതാണ് വാസന. വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അതായത് നമുക്കൊരു, ഇപ്പൊ എക്സാമ്പിൾ പറയാം, നമുക്കൊരു വസ്തു കാണുമ്പോൾ അത് സ്വന്തമാക്കണം എന്നൊരാഗ്രഹം. ഒരു കാറ് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ടത് കാണുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വന്തമാക്കാനൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ അതിനെ പറയുന്നതാണ് വാസന എന്നുള്ളത്. ആ വാസന ഇങ്ങനെ കൂടി വരുമ്പോഴാണ് എന്താവുന്നത്, സംസ്കാരമായിട്ട് മാറുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ വാസന എന്ന് പറയുന്നത് നമുക്കൊരു സംഗീതത്തിലുള്ള അഭിരുചിയാവാം, അല്ലെങ്കിൽ കലകളിലുള്ള അഭിരുചിയൊക്കെ നമുക്ക് വാസനയായിട്ട് മാറും. കാരണം അതിനോടുള്ള ആഗ്രഹം ആയി നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. അതൊക്കെ നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് പോകും. അതായത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ നന്നായിട്ട് ഇപ്പോൾ അറിവുണ്ടാക്കുന്നത്, അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും. അതൊക്കെ അടുത്ത ജന്മത്തിലേക്ക് പോകും. അപ്പൊ അതായത് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചെയ്യുന്നതും നമ്മൾ അറിയണതും, അതായത് നമ്മൾ സ്വന്തമാക്കുന്ന വിദ്യാഭ്യാസം, അതല്ലാത്ത പൊതു അറിവുകൾ, അതല്ല നമ്മൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, അതുകൊണ്ട് രൂപപ്പെടുന്ന സംസ്കാരങ്ങളൊക്കെ നമ്മുടെ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കാണ്ട്, നമ്മളുടെ മോശം വാസനകളും ഈ സംസ്കാരങ്ങളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് നമ്മളെ ഉയർത്താം. അപ്പൊ നമ്മൾ അടുത്ത ജന്മത്തിലും ഏറ്റവും നല്ല ജന്മം കിട്ടും. അതാണ് എനിക്ക് ഈ കർമ്മങ്ങളെ പറ്റിയിട്ടും, നമുക്കൊരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ ആത്മാവിനോടൊപ്പം സഞ്ചരിക്കാന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഞാൻ ആൻസർ പറയാം. അടുത്ത വിഷയമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. നമസ്കാരം.